മുസ്ലിം ലീഗ് നേതാക്കൾ എന്തായാലും നാളെ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. നാളെ രാവിലെ വന്ദേ ഭാരതിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് ഗവർണറെ കാണുമ്പോൾ ആവശ്യമായ പിന്തുണ കത്ത് അവർ ഇമെയിലായി തന്നെ KPC പ്രസിഡന്റ് കൈമാറും. കാരണം എല്ലാ ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണ കത്തുകളുമായിട്ടാണ് ഗവർണറെ പോയി കാണേണ്ടത്. അതുകൊണ്ട് ഇന്ന് കാണാനാണ് അവിടെ ധാരണയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ അത് ആ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല. അതേസമയം ലീഗിന്റെ പിന്തുണ കത്ത് നൽകും. നാളെ തിരുവനന്തപുരത്തെത്തി ബാക്കി കാര്യങ്ങളായിരിക്കും തീരുമാനിക്കുക. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇനി ലീഗിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ലീഗ് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ധാരണ ഉണ്ടായെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങി ലീഗിന്റെ ഉന്നത നേതൃത്വമായിരിക്കും നാളെ തിരുവനന്തപുരത്ത് എത്തുക. സ്വാഭാവികമായിട്ടും നാളെ UDF യോഗം ഉണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ നിയുക്ത മുഖ്യമന്ത്രി VD സതീഷുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇതിൽ എത്ര 5 മന്ത്രിസ്ഥാനം നിലവിൽ അവർ പ്രതീക്ഷിക്കുന്നത്, അത് ഇനി എണ്ണം കൂട്ടി ചോദിക്കുമോ അല്ലെങ്കിൽ അത് തന്നെയാണോ ചോദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാത്രമല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെയും ഇന്നൊരു ധാരണയാവും. അങ്ങനെയാണെങ്കിൽ നാളെ അക്കാര്യം UDF ഉന്നയിക്കുകയും അതിനനുസരിച്ചിട്ട് ബാക്കി മന്ത്രിസ്ഥാനങ്ങളുടെ ആരൊക്കെയായി മന്ത്രിയാകുക എന്ന കാര്യത്തിലും ഒരു തീരുമാനമെടുക്കും. എന്തായാലും വളരെ പെട്ടെന്നുള്ള ആ നീക്കങ്ങളിലേക്ക് കടക്കും. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതോടൊപ്പം തന്നെ 4 മന്ത്രിസ്ഥാനം, അങ്ങനെ ആകെ 5 മന്ത്രിസ്ഥാനമാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. അത്തരം നടപടികളിൽ കൂടി ലീഗ് കടക്കും. ലീഗിനെ സംബന്ധിച്ചോളം പറഞ്ഞ പോലെ VD സതീശനാണ് ജനവികാരം എന്നുള്ളത് ഹൈക്കമാൻഡ് കൂടി അംഗീകരിച്ച സാഹചര്യത്തിൽ ആ കാര്യത്തിൽ മുന്നണിക്കകത്ത് ഒരു നിർണായകമായ തീരുമാനമെടുക്കുന്നതിൽ ഉറച്ചിരുന്ന ഒരു പാർട്ടി നടത്തിയുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ നിന്ന് വിളി വന്നതിന് ശേഷം ആദ്യമായി VD സതീശൻ വിളിച്ചത് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു പിന്തുണ അത് UDF എന്ന അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലും ഈ കഴിഞ്ഞ 5 വർഷവും ലീഗും UDFും ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോയി. VD സതീശൻ നേതൃത്വത്തിൽ തന്നെ അത് അംഗീകരിച്ചു പോയി. തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള പിന്തുണയും അതോടൊപ്പം തന്നെ സഹകരണവും ഉണ്ടായി. അതിന്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ VD സതീശൻ എന്ന പേരിന്, അത് ഒരു പേര് വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ജനവികാരം, അയാളാണ് അർഹൻ, അയാൾക്കൊപ്പമാണ് ജനവികാരം എന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നാണ് ഒരു പക്ഷേ തീരുമാനങ്ങൾ. നമുക്കറിയാം MLA-മാരുടെ എണ്ണത്തിൽ KC വേണുഗോപാലായിരുന്നു പിന്തുണ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നത്. അതേസമയം അതിനെ മറികടന്നുകൊണ്ടും വരാൻ കഴിഞ്ഞത് ജനവികാരത്തിന്റെ ഒരു പ്രതിഫലനം നടത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാടാണ്. അതിനെ തുടർന്നാണ് മറ്റു നടപടികളിലേക്ക് അവർ പോയതും കേരളത്തിന്റെ ജനവികാരത്തെ കുറിച്ച് പഠിക്കാൻ അവർ ഏജൻസി നിയോഗിക്കുന്നതും. തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചെടുത്ത തീരുമാനത്തിൽ തൃപ്തരാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അധികം വൈകാതെ തന്നെ നേതൃയോഗം ചേരും. അതിനുശേഷം നാളെയാണ് ലീഗ് നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് മറ്റ് ചർച്ചകൾക്കായി കടക്കുന്നത്.